പൂരുരുട്ടാതി നക്ഷത്രത്തിലുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരുപാട് നല്ല കാലഘട്ടമുണ്ട്. 3-ാം തലമുറയിൽ ദോഷം ഉണ്ടാകും. പൂയം നക്ഷത്രക്കാർക്കും പൂരുരുട്ടാതി നക്ഷത്രം കുടുംബപരമായി കിട്ടുന്ന വസ്തുക്കൾക്ക് ദോഷം സംഭവിക്കും. നമസ്കാരം. സ്വാമി ഈ മകത്തെ കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. മകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മകം പിറന്ന മങ്ക എന്നാണ്. മകം നക്ഷത്രത്തിൽ പിറന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടത്തിലൂടെ മാത്രമേ പെൺകുട്ടികൾ ജീവിക്കൂ എന്നുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ മകം നക്ഷത്രത്തിൽ പിറഞ്ഞ ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു. മകം നക്ഷത്രമാണ് സ്വാമി. ഞാൻ എന്താണ് മകം പിറന്ന മങ്കയില്ലേ, ഒരു കുഴപ്പമില്ലല്ലോ സ്വാമി. ജീവിതത്തിൽ ഇന്ന് വരെ സമാധാനവും ശാന്തിയും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കല്യാണം അച്ഛനും അമ്മയും പറഞ്ഞ ഒരു കല്യാണം കഴിച്ച് ആ കല്യാണം പ്രശ്നമായി. അയാൾ എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ രണ്ടാമതൊരു കല്യാണം വേണ്ടാന്ന് വിചാരിച്ച് നിന്നപ്പോൾ ഒരാൾ വന്ന് എന്നെ ഇഷ്ടമാണ്, ഇങ്ങോട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്വർണം ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടു. അയാൾ അത് ഇട്ടിട്ട് പോയി. മകൻ പിറന്ന മകമാണേ. പിന്നെ ഇനി ഒരു കല്യാണം എനിക്ക് കഴിക്കാൻ വയ്യ സ്വാമി. ഇതാ ഇപ്പോൾ 3-ാമത്. എന്നാൽ ദൈവം സഹായിച്ച് കുട്ടികളൊന്നുമില്ല. ഞാൻ ചോദിച്ചു കുട്ടികൾ വല്ലതും ഉണ്ടോ? കുട്ടികളൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ്? ഒരു ജോലിയുമുണ്ട്. അപ്പോൾ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ? അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് സ്വാമി. അയാൾ പറയുന്നത് അയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരിയൊക്കെ കെട്ടിച്ചയച്ചു, ഞാൻ കുടുംബത്തെ മുഴുവൻ നോക്കിയതാണ്, ഇപ്പം ഞാനിത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിൽക്കുവാണെന്നൊക്കെ പറയുകയാണ്. അവസാനം ഇത് കെട്ടി പ്രശ്നമാവരുത്. ഞാൻ ആദ്യത്തെ കല്യാണം എങ്ങനെ വന്നു? അത് മാട്രിമോണിയൽ വന്നതാണ്. തീർന്നില്ലേ? മാട്രിമോണിയലിനെ കുറിച്ചുള്ള പരാതികൾ ഞാൻ 2 എപ്പിസോഡിൽ പറഞ്ഞതേ ഉള്ളൂ. എന്നെ എന്തുമാത്രം ആൾക്കാരാണ് ഈ മാട്രിമോണിയലക്കാരെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഈ വഞ്ചകരുണ്ടല്ലോ, മാട്രിമോണിയലിൻ്റെ പേരും പറഞ്ഞ് വഞ്ചിക്കുന്നവർ, ദൈവം നിങ്ങളെ വിടില്ല. ഈ പുരുഷന്മാരുടെ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ പൈസ പിടിച്ച് വാങ്ങിക്കുന്നതിൻ്റെ ശാപവും പെൺകുട്ടികളുടെ ശാപവും നിങ്ങൾ അനുഭവിച്ചേ പോവുള്ളൂ. എന്തോരം ആൾക്കാരാ ഈ നമ്മുടെ മകൻ നക്ഷത്രക്കാരിയും മാട്രിമോണിയൽ വന്ന കല്യാണമാണ്. ഈ ഒരു ജാതകമൊക്കെ ഉണ്ടാക്കി ഈ കല്യാണമൊക്കെ നടത്തി അതിൻ്റെ കമ്മീഷനും വാങ്ങിച്ച് ഇറങ്ങി അധ്വാനിച്ച് മൺമട്ടി എടുത്ത് വീട്ടിൽ ജീവിച്ചൂടെ? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? 2 പെൺകുട്ടികളെ പിടിച്ചെടുത്ത് ഒരു ഫോണും വിളിച്ച് 10 പരസ്യം ചെയ്ത് മാട്രിമോണിയൽ കോളം ഉണ്ടാക്കി 2 പേരെയും പണ്ടത്തെ ബ്രോക്കർ പണി എന്ന് പറയും, അത് ചെയ്തിട്ട് ഒരു ജോലിയും ചെയ്യാതെ പൈസ ഉണ്ടാക്കുക, പൈസ അടപ്പിക്കുക. ഇതൊക്കെയാണോ മാട്രിമോണിയൽ? എന്തൊരു കഷ്ടമാണ് സുഹൃത്തുക്കളെ. കുറേ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തോരം പരാതികളാണ് നിങ്ങളെക്കുറിച്ചിട്ടുള്ളത്. ഞാനൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞോളാം. ഈ കലാമതി റോഡിൽ ഡോക്ടറുണ്ട്. അദ്ദേഹം ദന്ത ഡോക്ടറാണ്. അദ്ദേഹം ഡയബറ്റിക്കിലാണ് ചികിത്സിക്കുന്നത്. മഞ്ചാരോ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഇറങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അത് ഒരു ഇഞ്ചക്ഷന് 12,000 രൂപയാണ് ഒരു മാസത്തേക്കുള്ള. അദ്ദേഹം ഒരു നേരം ഇഞ്ചക്ഷൻ ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് 12,000 രൂപ മേടിക്കും. പുള്ളിക്ക് ഡയബറ്റിക്കിനെ കുറിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പുള്ളിക്ക് അർഹതയില്ല. പുള്ളി ദന്ത ഡോക്ടറുടെ എന്തൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഞാനും ടീച്ചറോട് അവിടെ പോയി ബ്ലഡ് പരിശോധിക്കാമെന്ന് പറഞ്ഞ് 3,000 രൂപ മേടിച്ച് 2 മിനിറ്റ്. ബ്ലഡ് ഇതാണ് ഒന്നും പരിശോധിച്ചില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം പോയതേ ഉള്ളൂ. അത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നവർ, തട്ടിച്ചു പൈസ ഉണ്ടാക്കുന്നവർ, മറ്റുള്ളവരെ പറ്റിച്ചു പൈസ ഉണ്ടാക്കുന്നവർ, ഇതെല്ലാം പുതിയ ഗവൺമെൻറ് വരുമ്പം ഇതൊക്കെ പരാതിയായിട്ട് കൊടുക്കണം. ആൾക്കാർ കൊടുക്കില്ല ഇല്ലേ? നമുക്ക് എന്തെല്ലാം ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നുണ്ട് ഇതുപോലെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർ. തട്ടിപ്പ് മാത്രം നടത്തുക. എന്നെ ഇന്നലെ മെനഞ്ഞാന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു സ്ത്രീ വിളിക്കുവാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, സ്വാമി ഞാൻ ഒരു കുടുംബിനിയാണ്. ഞാൻ സ്വാമിയുടെ പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും കാണാറുണ്ട്, എല്ലാ ദിവസവും ഉള്ള ദിവസവും കൃത്യമായിട്ട് കാണാറുണ്ട്. എനിക്ക് കുറേ ദോഷങ്ങളുണ്ടായി. ഞാനൊരു ദോഷപരിഹാരമായിട്ട് ഒരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഇത് 30,000 രൂപ മേടിച്ചിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തു തന്നു, പൂജ പരിഹാരങ്ങളൊക്കെ ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എനിക്ക് ആ സമയത്ത് അശുദ്ധിയായി. ഞാൻ ആ സമയത്ത് പൂജ നടന്നുകൊണ്ടിരുന്നപ്പോൾ അശുദ്ധിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇനി എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്നെ പൂജയിൽ നിന്ന് ഒഴിവാക്കി. ആ 30,000 രൂപ ഇയാളെ മേടിച്ചു. 35,000 രൂപ മേടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞു, സ്വാമി ഇനി പറയുന്ന സ്വാമി DNA പറയരുത്. ആ ജ്യോത്സ്യനോ ആ പൂജാരിയോ ആ അമ്മ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്, ഭർത്താവ് വിദേശത്തെങ്ങാണ്ടാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു യോനി പൂജ ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനും നിങ്ങളും മാത്രം മതി, നിങ്ങളിത് മറ്റാരോടും പറയരുത്. നിങ്ങൾ പൈസ മാത്രമല്ല, നിങ്ങൾക്കത് ഞാൻ ചെയ്തു തരുമ്പോൾ എനിക്ക് ഭയങ്കര ദോഷം വരും, എന്നാലും ഞാനിത് ചെയ്തു തരാം എന്ന് ആ സ്ത്രീ എന്നോട് പറയണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് അബദ്ധത്തിലാണ്. ഇതൊക്കെ ഈ തട്ടിപ്പുകളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്.
പൂജ പരിഹാരങ്ങളെന്ന് പറയുന്നത് പൂജ പരിഹാരത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന തന്ത്രമാന്ത്രികങ്ങളിൻ്റെ പേരിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവൻ്റെയൊക്കെ കുലങ്ങൾ നശിച്ചു പോവും. ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ഈ സ്ത്രീകളെ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ പരിഹാരം ഒരുപാട് പേരുണ്ട്. ഇത് പിന്നെ പൂജയുടെ പേരിൽ വഞ്ചിച്ച് ജീവിക്കുന്ന, പറ്റിച്ചും ചതിച്ചും ജീവിക്കുന്ന ആൾക്കാർക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ ഞാനിത് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇവരൊക്കെ ഇത് പറയിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അത്യാവശ്യമുള്ള പരിഹാരക്രിയകൾ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുന്നുള്ള സ്ഥിതിയാണ്. പിതൃഹോമങ്ങൾ പറഞ്ഞു കൊടുക്കും, പിതൃക്കൾക്കുള്ള ഹോമങ്ങൾ പറഞ്ഞു കൊടുക്കും, ചെയ്യേണ്ട ഹോമങ്ങളെക്കുറിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അതിനൊക്കെ കൃത്യമായ കാര്യങ്ങൾ അത് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതൊക്കെ ചെയ്യുള്ളൂ. അത് ചെയ്യാനുള്ള പരിഹാരത ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയുകയും ചെയ്യും. ഇങ്ങനെ ആൾക്കാരെ വഞ്ചിക്കുന്ന, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന തന്ത്രമാന്ത്രികങ്ങളിലുള്ള ഒരുപാട് പേരുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. ക്രിസ്തീയ സമൂഹങ്ങളിലുമുണ്ട്, മുസ്ലിം സമൂഹത്തിലുമുണ്ട്, ഹിന്ദു സമൂഹങ്ങളിലുണ്ട്. ഇതുപോലുള്ള മാന്ത്രികന്മാർ ഇറങ്ങി നിന്നിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു സ്ത്രീ വിളിച്ചിരുന്നു. അവർ സ്വാമി ഞാൻ അറിയാതെ എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഞാനൊരു കടയിൽ പോയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ വീട്ടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം എന്നെ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം എനിക്കൊരു തകിട് തന്നു. ഇപ്പോൾ എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി സ്വാമി, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും പൈസയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ പോയി ചെയ്യുന്നത്? ഞാൻ പറയില്ലേ, ആഭിചാര ദോഷങ്ങൾക്കെല്ലാം ദോഷങ്ങളുണ്ട്. ആഭിചാര ദോഷങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് തിരിച്ചടിക്കും. ആഭിചാരം ചെയ്യുന്നവനല്ല, ചെയ്ത് വെക്കുന്നവർക്കല്ല ദോഷം. ഈ ആഭിചാരം ചെയ്യിപ്പിക്കുന്നവർക്ക് വലിയ ദോഷം വരും. ഭ്രാന്ത്, മെൻ്റലി മാനസിക സംഘർഷം, മാനസികമായ ഭ്രാന്ത് വരും. എത്ര കാലം കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വംശനാശം വന്നു പോകും. ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോയി മറ്റവൻ നശിച്ചു പോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, മറ്റവൻ രാവിലെ എഴുന്നിട്ട് സൂര്യനെ നോക്കിയിട്ട് എൻ്റെ വീട്ടിൽ അപ്പുറത്തുള്ളവൻ നശിച്ചു പോണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചടിക്കും. സന്താന പരമ്പരകൾക്ക് ദോഷം. ആ വിചാരം ചെയ്താൽ അവനും നശിക്കും, അവൻ്റെ കുലവും നശിക്കും, ചെയ്തു കൊടുക്കാനും നശിക്കും. അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം തന്ത്രമാന്ത്രികങ്ങളെന്ന് പറയുന്നത് അങ്ങനെ പരിഹാരക്രിയകളൊക്കെ ഒരു ഘടനയുണ്ട്. പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പണത്തെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യാൻ പോയാൽ അവൻ അവസാനകാലം ശ്വാസം കിട്ടാതെ ഇല്ലാതായി പോവും. അത് അങ്ങനെയല്ലേ? നമ്മുടെ ഞാൻ മന്ത്രീക്ഷ സൂര്യാളി മലയിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ അദ്ദേഹത്ത് പറയുന്നൊരു കഥയില്ലേ? നിങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കഥകൾ വായിച്ചു നോക്കൂ. അതിനകത്ത് ഇതുപോലുള്ള തന്ത്രമാന്ത്രിക കുടുംബങ്ങളിൽ നടന്നിട്ടുള്ള കഥകളിൽ പുരാണങ്ങളല്ല, ഈ ഐതിഹ്യ കഥകളിൽ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് ഈ മാന്ത്രികങ്ങൾ പറ്റുന്ന അബദ്ധങ്ങൾ, ഒരു വിളക്ക് കത്തിച്ച് വെക്കണമെങ്കിൽ ആ യോഗമുള്ളിടത്ത് മാത്രമേ അത് കത്തിച്ച് വെക്കാവൂ. ഒരിടത്തൊരു യന്ത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ യന്ത്രം വരയ്ക്കേണ്ട സ്ഥലത്ത് മാത്രമേ യന്ത്രം വരയ്ക്കാവൂ. എന്തിനാണ് ഈ മന്ത്രം ചൊല്ലേണ്ട സ്ഥലം? ആ മന്ത്രം ചൊല്ലേണ്ട സ്ഥലത്ത് മാത്രമേ അത് ചൊല്ലാവൂ. എന്തിനാണത് ചെയ്യുന്നത്? എന്ത് കർമ്മങ്ങൾക്കാണത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടതിന് ശേഷം മാത്രമാണ് ഒരു പൂജ പരിഹാരം ചെയ്യേണ്ടത്. ഇത് എന്തിനും പരിഹാരം എഴുതി കൊടുക്കുക. അങ്ങനെ പരിഹാരം എഴുതി കൊടുത്താൽ ഫലിക്കില്ല. ഞാൻ പറയും, തലക്കാവേരി പോയിട്ട് കുളിച്ച തലവിധി നിങ്ങൾ മാറ്റൂ. അത് 100% എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇന്നൊരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി എനിക്ക് ഒരുപാട് രോഗപ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് മാറ്റമുണ്ട്. കുക്കി സുബ്രഹ്മണ്യത്തിൽ സർപ്പസംസ്കാര പൂജ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാനുള്ള ആയുസ്സും ആ ഊർജ്ജവും ദൈവം തന്നില്ലേ? വഞ്ചിക്കപ്പെടാതിരിക്കുക. ഇപ്പോൾ ഞാൻ തന്നെ ഒരു പൂജ പരിഹാരങ്ങൾ പറഞ്ഞാൽ, ഇപ്പം ഞാനിത് ചെയ്യുന്ന ആളാണ്, പറയുന്ന ആളാണ്, ഞാൻ 100 വട്ടം ചിന്തിച്ചിട്ടാണ് ഒരാളോട് ഇത് ചെയ്യൂ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യൂ. ഞാൻ ചെയ്യുമ്പോൾ കാശ് കൂടുതലാവും, ഞാൻ കോംപ്രമൈസ് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തു തരാം, അതിനൊക്കെ ആളുണ്ട്, അതുണ്ടായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. വഞ്ചിക്കപ്പെടാതിരിക്കൂ മനുഷ്യൻ. വഞ്ചിച്ചാൽ നിലനിൽക്കാൻ പറ്റില്ല. വഞ്ചിച്ചാൽ ഇതൊന്നും നിലനിൽക്കാൻ പറ്റില്ല. തന്ത്രശാസ്ത്രങ്ങളിലുള്ള തന്ത്രങ്ങൾ വളരെ സൂക്ഷിച്ചും വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചും ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചെയ്യുന്നവനടിക്കും, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അത് ഉപയോഗിക്കുക. അത് ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ഇരിക്കുന്നവന് പോലും ദുരിതം വരും. ഒരുപാട് ദോഷമുണ്ട്, ഒരുപാട് ദോഷങ്ങൾ. അതങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഭഗവാനും പെട്ടെന്ന് പ്രസാദിക്കില്ല. പിന്നെ പണം ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ ഇതൊക്കെ ഫലങ്ങളൊക്കെ പറയും ആൾക്കാരുടെ. എനിക്ക് കുറേ പണം വേണം, എനിക്ക് ഇങ്ങനെ വന്നിരുന്ന കുറേ പരിഹാരങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി ചെയ്ത് എനിക്ക് കുറേ പണം ഉണ്ടായിക്കൂടി.
അതൊന്നും നിലനിൽക്കത്തില്ല, അതൊന്നും ഫലിക്കുകയില്ല, അങ്ങനെയൊന്നും ചെയ്യാനും പറ്റില്ല. നിൻ്റെ യോഗം എന്താണ്? മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ തന്ത്രശാസ്ത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്താൽ ഒരു പരിധി വരെ 1/6 ഫലമേ ഉണ്ടാവുള്ളൂ. ഒരു പൂജയും 100% പൂജകളിൽ നിന്നുണ്ടാകും. പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. ഒരു പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞ് ഫലം ഉണ്ടാകില്ല. ഫലം 1/6 ഒരു ഫലം വരും. അത്ര മാത്രമേ ശാശ്വതമായിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നാൽ എന്നെ ഡെയിലി വിളിച്ച് ഇങ്ങനെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓരോ പരിഹാരങ്ങളിൽ ഒരു ഫലമില്ല എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഞാൻ ചോദിക്കാം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് ഇത്രയും മാറ്റം ഉണ്ടാവില്ലോ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചില്ല എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്ത് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. അല്ല നമ്മളിത് ഒരാളെ കുറ്റപ്പെടുത്തുമല്ല പറയണ്ടേ. എല്ലായിടത്തും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ തന്ത്രശാസ്ത്രങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും അഴിമതിയും പിന്നെ ഇതുപോലുള്ള സ്വജനപക്ഷപാതവും അഴിമതിയും, തന്ത്രശാസ്ത്രങ്ങളിലാണെങ്കിൽ ഇതുപോലുള്ള പണമുണ്ടാക്കാനായിട്ടുള്ള ആൾക്കാരെ വിശ്വസിപ്പിച്ച് പണമുണ്ടാക്കാനുള്ളതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ചെയ്യുന്നവരൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകും. നമുക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും വന്നു ചേർന്നാൽ നമ്മൾ ഒരാൾ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പോയി, അയാൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഉരുളെടുത്ത് ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുള ചോറ് ദഹിക്കാതെ നമ്മുടെ ഉള്ളിൽ കിടന്ന് സർവ്വനാശവും നമുക്ക് സംഭവിക്കും. ആ ഉരുള ചോറാണ്, കാരണം ഇത് നമ്മൾ കഴിക്കാനുള്ളതാണ്, അവൻ കഴിക്കേണ്ടതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്തായാലും ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നെ വിളിച്ച് ഒരുപാട് പേര് പറയുന്നതുകൊണ്ട് ഇനി പറയുന്നവർ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. പൂജ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് ഏത് മതാടിസ്ഥാനത്തിലുള്ളവരാണെങ്കിലും പൂജ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ നടക്കും, കുറേയൊക്കെ നടക്കാതെയും വരും എന്ന് വിചാരിച്ച് എല്ലാവരും തള്ളിക്കളയേണ്ട ആവശ്യവും ഇല്ല. അത് ഞാനങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചോതി വിശാഖം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പുണർതം, പൂയം, പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു. പൂരുരുട്ടാതി നക്ഷത്രത്തിലുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരുപാട് നല്ല കാലഘട്ടമുണ്ട്. എന്താണ്? വാക്കുകൾ ശ്രദ്ധിക്കേണ്ട കാലം. ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാലം. പൂയം നക്ഷത്രത്തിലുള്ളവരും ശ്രദ്ധിക്കേണ്ട കാലം. പുണർതവും പൂയവും അല്ലേ? ഞാൻ ബാക്കിയുള്ള നക്ഷത്രം പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പറയും, എന്നാലും എൻ്റെ കാതിൽ പറയുന്ന അനുസരിച്ച് ഞാൻ പറയുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ, കടബാധ്യതകളുണ്ടെങ്കിൽ ആ കടം ഈ അടുത്ത കാലത്തൊന്നും ഈ പൂരുരുട്ടായി നക്ഷത്രക്കാർക്ക് തീരുമെന്ന് വിചാരിക്കുകയേ വേണ്ട. കൂടുന്നതല്ലാതെ കുറയില്ല. പലിശയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കടബാധ്യതകൾ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും അവശതകളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. സ്ത്രീ സൗഹൃദങ്ങൾ വളരെ സൂക്ഷിക്കണം. രഹസ്യ ബന്ധങ്ങളുണ്ടെങ്കിൽ ആ രഹസ്യ ബന്ധങ്ങൾ പുറത്താകുക മാത്രമല്ല, കുടുംബജീവിതത്തിൽ വലിയ വിഷയങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. ശരീരത്തിന് താപം കൂടി നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട, പുരുഷന്മാർ ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാലം. സ്ത്രീകൾക്ക് ഉദരരോഗം, ഗർഭാശയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാനാണ് സാധ്യത. തുടങ്ങിയില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിന് മുഴകളൊക്കെ ചെറുതായിട്ട് അങ്ങും ഇങ്ങും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമാക്കി കളയാതിരിക്കണം. പൂയം, പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ആരോഗ്യപരമായി ചിന്തിക്കുന്നതാണ്. അടുത്ത 30 ദിവസത്തേക്കുള്ള അടുത്ത 30 ദിവസത്തേക്കുള്ളതാണ്. ദന്തത്തിന് ക്ഷതമുണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. നല്ല കാലങ്ങളൊക്കെ ഉണ്ട്, നല്ല ചില യോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തില്ല, ഒരു ജന്മം മുമ്പുള്ള ഒരു ദോഷം കയറി വരും. നമുക്ക് കുടുംബക്കാരുടേതായിട്ടുള്ള അമ്മയുടെ അച്ഛൻ്റെയോ സ്വത്തുക്കൾ നമ്മുടെ സ്വത്തുക്കളിലാണ് നമ്മൾ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ അവർക്ക് അനുഭവിക്കാൻ ആയിട്ടുള്ളതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങിച്ചത്, എനിക്ക് ഇപ്പോൾ ഭൂമി വേണം, എനിക്ക് ഭൂമി കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ അമ്മയുടെ അമ്മ പിടിച്ചു വാങ്ങിച്ചതാണെങ്കിൽ നമുക്ക് 3ാം തലമുറയിൽ ദോഷം ഉണ്ടാകും. പൂയം നക്ഷത്രക്കാർക്കും പൂരുരുട്ടാതി നക്ഷത്രം കുടുംബപരമായി കിട്ടുന്ന വസ്തുക്കൾക്ക് ദോഷം സംഭവിക്കും. എന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ സിംഗപ്പൂരിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു. അവർക്ക് മക്കളുമൊക്കെ അവിടെ നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവിടെ തറവാടിന് 200 വർഷത്തെ പഴക്കമുണ്ട്. കുടുംബക്കാരെല്ലാം മരിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഭൂമി വിട്ടു പോകാൻ വയ്യ. എന്തൊരു കഷ്ടമാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭൂമിക്ക് ആവശ്യമുണ്ടോ? അല്ല, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാലും അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്കും ആവശ്യമുണ്ട്. ആഗ്രഹങ്ങൾ തീരാത്ത മനുഷ്യർ,
അവർക്കതുപോലെ നല്ല സ്ഥിതിയിൽ അവിടെ താമസിക്കുകയാണ്. അവർക്കവിടെ താമസിച്ചാൽ പോരെ? ഇവിടെ ഉള്ളവർ താമസിച്ചോട്ടെ. ഇവിടെ 200 വർഷം പഴക്കമുള്ള ഒരു തറവാട്, നായന്മാരുടെ തറവാടാണ്. സർപ്പക്കവും മറ്റേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ മുഴുവൻ ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവർ വരെ ഈ ഭൂമിയിലെ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. വാർദ്ധക്യം, ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഏത് നിമിഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഈശ്വരൻ വിളിക്കുന്നു എന്നറിയാതിരിക്കുന്ന മനുഷ്യരെ ഈ ഭൂമി വിറ്റുന്ന പണം കൊണ്ട് വീണ്ടും ഭൗതികമായിട്ടുള്ള കുറേ ചിന്തകളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യർ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, നിങ്ങളതങ്ങ് വിട്, നിങ്ങൾക്കിത് വേണ്ടല്ലോ. അപ്പോൾ അവർക്കും ഉള്ളിൽ വേണം. അപ്പോൾ കാവും ഇതൊക്കെ നിലനിർത്താൻ ഒരു വിളക്ക് വയ്ക്കാൻ അതൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ വന്ന് ഇതൊക്കെ ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താണ്? പണം, ഭൂമി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ശരീരം പോലും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള പറയുന്നൊരു സത്യം. അതുപോലെ നമുക്കിവിടെ ഇട്ടിട്ട് പോകാനേ പറ്റൂ. കൊണ്ടുപോകൂ. നമ്മൾ ഈ പൗഡറൊക്കെ വീട്ടിൽ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കണം. നമ്മുടെ ശരീരം ആർക്ക് വേണം? ഒരു ശ്വാസം പോയി കുറച്ച് നേരം കഴിഞ്ഞാൽ എടുക്കാനുള്ള സമയമായില്ലേ? സാമിത കിടക്കണം, കുറേ നേരമായിട്ട് കിടക്കണം, എടുത്തുകൊണ്ട് പോകാനുള്ള സമയമായില്ലേ? ഇതാ സമയമായി എന്ത് പറയില്ലേ ആൾക്കാർ, അല്ലേ? പോയി എങ്ങനെ ജീവിച്ചു, എന്തിന് ജീവിച്ചു, എത്ര കാലം ജീവിച്ചു എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. അവൻ്റെ ആ സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അതുകൊണ്ട് ഞാനെപ്പോഴും ടീച്ചറിനോട് പറയുന്ന പോലെ, ഇന്നത്തെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു ടീച്ചറെ, ഒരു പപ്പടം വേണം, അത് ഇന്നത്തെ ഒരു ആഗ്രഹമാണ്. ഇല്ലെങ്കിൽ ഈ പപ്പടം കഴിക്കാനായിട്ട് ഞാൻ ഇനി ഒരു ജന്മം ജനിച്ചു വരണം. അപ്പോൾ പപ്പടം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു പപ്പടം തരും. കാരണം ഒരാഗ്രഹമെങ്കിലും ബാക്കി വെച്ച് പോയാൽ വീണ്ടും ജനിക്കണം. സ്കന്ദമുനിയുടെ ഒരു കഥയുണ്ട്. സ്കന്ദമുനി ഹിമാലയത്തിൻ്റെ താഴ്വരകളിലൂടെ എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് ഇനി ഒരു ആഗ്രഹവുമില്ല, ഇനി ജീവൻ വെടിയുക. എല്ലാ ആഗ്രഹങ്ങളും തീർന്നു, ഇനി ജീവൻ വെടിയുക എന്ന് പറഞ്ഞിട്ട് ജീവൻ വെടിയാനായിട്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടെ ഇങ്ങനെ പോവുകയാണ്. പൊക്കോട്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മാൻ നിൽക്കുന്നു. മാനാണ് ഇണചേരുന്നതിൽ ഏറ്റവും കൂടുതൽ ഭൗതിക സുഖം കൊടുക്കുന്നതെന്ന് ആണ്. അപ്പം അപ്പം ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ ഈ സ്കന്ദമുനി പോകുന്നത്. അപ്പം മുനിക്ക് തോന്നി, ഞാൻ ആത്മകഥയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട് ഈ കഥ. അപ്പം മുനിക്ക് തോന്നി, ഞാനൊരു മാനായിട്ട് അങ്ങ് ഇണചേർന്നാൽ ഈ ആഗ്രഹം അങ്ങ് തീർത്തു പോയാൽ പിന്നെ എനിക്ക് വീണ്ടും ജനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുനി ഒരു മാനായി ആ മാനിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇണചേരാൻ തുടങ്ങുമ്പോൾ ഒരു വേടൻ അമ്പ് ചെയ്ത് മുനി എവിടെ വീണ്. മുനി എഴുന്നേറ്റ്, അമ്പോടുകൂടി എഴുന്നേറ്റ് മുനി പറയും, എടാ വേടാ, നീ എന്താണ് ചെയ്തത്? ഞാൻ എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ അതുമായിട്ട് ഇണചേരാൻ പോയത്. നീ എൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തിയില്ലല്ലോ, ഞാൻ ഇനിയും ജനിക്കണമല്ലോ എന്ന് പറയുന്ന പോലെ മനുഷ്യന്മാർ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക. എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ തീർത്തു പോയാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി വിഷ്ണുപാദത്തിൽ ലയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ അവസാനിക്കുക. നമ്മൾ വീണ്ടും 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 ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും നമ്മൾ കുറേ കാലം ജനിച്ച് ദുരിതപ്പെട്ട് ഇല്ലേ? അപ്പോൾ ആഗ്രഹങ്ങൾ കുറയ്ക്കുക. ഇതൊക്കെ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, എനിക്കായിട്ട് എനിക്ക് കുട്ടികളുണ്ടായി, പക്ഷേ എനിക്ക് അനുഭവിക്കാൻ യോഗമില്ല, അതെനിക്ക് യോഗമില്ലാത്തതാണ്, പൊക്കോട്ടെ, എനിക്ക് അങ്ങനെ കുട്ടികൾ ഉണ്ടായില്ല എന്ന് വിചാരിക്കണം. എന്നെ അച്ഛനെ ഈ അടുത്ത കാലത്ത് ഒരു അച്ഛൻ വിളിച്ച് പറഞ്ഞു, പോലെ സ്വാമി എനിക്ക് മരിച്ചാൽ മതി. ഞാൻ എന്താണ് കാരണം? മകൻ ചെകിട്ടത്തടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്തിനാണ്? അത് അവൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് ഞാൻ അവൻ്റെ ഭാര്യയുടെ അനാവശ്യമായിട്ട് നോക്കി എന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ ഭാര്യ കുളിച്ചുകൊണ്ട് വന്നപ്പം ഞാൻ അനാവശ്യമായിട്ട് നോക്കി. സ്വാമി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു മനസ്സേ ഇല്ല. ഇനി എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു? അങ്ങനെ സംഭവമേ ഇല്ല. ആ മനുഷ്യനെ പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് മകനോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചാവുന്നില്ലേ കളവാന്ന് പറഞ്ഞു. ഒറ്റ അടിയടിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ പാപം അയാൾ പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി സ്വാമി, എനിക്ക് അപഖ്യാതിയോടുകൂടി ജീവിക്കാൻ വയ്യ, ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകണം? ഞാൻ ഈ വീട്ടിൽ എനിക്ക് ഈ വീടേ ഉള്ളൂ, എനിക്ക് ബന്ധുക്കളില്ല, എനിക്കൊരു സ്ഥലത്തോട്ട് പോകാൻ വയ്യ. എനിക്ക് മറുപടി ഇല്ലാതെ പോയി. ആ അച്ഛൻ്റെ ചെകിട്ടത്ത് ഈ ഭാര്യ കാരണം. ചുമ്മാതെ പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. വേറൊരു അച്ഛൻ ഇതുപോലെ എന്നെ എന്താണ് ഈ ഭാര്യ ഇതുപോലെ മരുമകനോട് പറഞ്ഞ്, ഇങ്ങനെ നമ്മുടെ മകളെ ഒരുപാട് ലാളിക്കുന്നുണ്ട്, ഇയാൾ ശരിയല്ല. മകനെ ലാളിക്കണതിന് എന്ത് പ്രശ്നം? കൊച്ചുമകളെ ലാളിക്കുന്നതിന്, മകളെ മടിയിലേക്ക് ഓടി വന്ന് ലാളിക്കുക, അത് തെറ്റായിട്ട് കാണുന്നത് എന്തിനാണ്? ആ മനുഷ്യൻ തകർന്നു പോയി. യാതൊരു കാര്യം. അപ്പോൾ ഈ സ്ത്രീകളല്ല പുരുഷന്മാരല്ല, ചില സ്ത്രീകൾ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് അമിതമായ സ്നേഹത്തോട് മക്കളെ വളർത്തി വരുമ്പോൾ, കല്യാണം കഴിച്ച ചില അമ്മമാരുണ്ട്, കല്യാണം കഴിച്ചാലും എന്താണ്, മക്കളെ വിട്ടുകൊടുക്കൂല. മകളെ ഭർത്താവിന് വിട്ടുകൊടുക്കൂല, മക്കൾക്ക് വിട്ടുകൊടുക്കാത്ത ചില അമ്മമാരുണ്ട്. എനിക്കറിയാവുന്ന കുറേ 3-4 പേരുണ്ട്. മകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കും. അവനെ ഇഷ്ടമല്ല, അവൻ്റെ അമ്മായിയമ്മയെ ഇഷ്ടമല്ല,
കുറ്റങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി. ഇതൊന്നും ശരിയല്ല. നന്നായിട്ട് അവർ നിങ്ങളെ കുടുംബജീവിതം ജയിച്ചില്ലെങ്കിൽ ഈ മക്കളുടെ കുടുംബമെങ്കിലും മക്കളുടെ മക്കളും ഒക്കെ നന്നായിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ നഷ്ടമെന്ന് ചില അച്ഛനമ്മമാർ കരുതണം. അത് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം. എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന വാർത്തകൾ, ഓരോരുത്തർ വിളിച്ച് പറയുന്നത്, ഫോണിൽ കൂടെ പൊട്ടിക്കരയുന്നത്, എന്നെ കാണാൻ വരുന്നത്, ഇതൊക്കെ കണ്ട് പരിഹാരമില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ജീവിക്കുമ്പോൾ മനസമാധാനം വേണ്ടി അല്ലേ? സമാധാനമല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ഗ്രഹങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ പൂജകൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ സമാധാനത്തോടെ ജീവിക്കേണ്ടേ? ശാന്തി വേണ്ടി? വൃദ്ധരായ മനുഷ്യരെയൊക്കെ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചച്ചൻ്റെ ചെകിട്ടത്തടിച്ച് കിളവ എന്നാൽ ചവിട്ടി കൊല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളർത്തിയാണ്. അങ്ങനെ ഈ മനുഷ്യൻ അങ്ങനെ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ആ സ്ത്രീയുടെ ആ തലയണ മന്ത്രം എന്ന് പറയില്ലോ, നമ്മളെ ചില സിനിമകളിൽ ഈ ശ്രീനിവാസൻ്റെ തലയണ മന്ത്രത്തിൽ പറയുന്ന പോലെ ആ മരുമകളുടെ വാക്ക് കേട്ടുകൊണ്ട് സ്വന്തം അച്ഛൻ്റെ ചെകിട്ടത്തടിച്ച് അവനെ അനുഭവിക്കാൻ പോണ എന്താണ്? അവൻ ഇവിടെ തന്നെ അടിക്കും അവൻ്റെ ചെകിട്ടത്ത് കുറേ കഴിഞ്ഞ്. ഇവൻ ഇപ്പം സർക്കാർ ജോലിയുണ്ട്, കായികവും ബലവും മസിലൊക്കെ ഉള്ളതുകൊണ്ട് അറിയില്ല. ഒരെണ്ണം കൊടുക്കുള്ളൂ, കൊടുത്താൽ അവിടെ ഇരിക്കാൻ പറയും. ഇതിൻ്റെ പാപഫലം അനുഭവിക്കണ്ടേ? എത്ര തലമുറകൾ അനുഭവിക്കണം? ഒരു തലമുറയല്ല, ഈ ജീവിതത്തിൻ്റെ അവസാനം തുടങ്ങിയുള്ള 3 തലമുറ, 3 ജന്മം അവസാനിച്ച് അവൻ ഇതിൻ്റെ പാപഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചേ പറ്റുള്ളൂ. ഈ അച്ഛൻ തന്നെ അനുഭവിക്കേണ്ടത് ഞാൻ പറയും ഏതോ പൂർവ്വജന്മ ദോഷം കൊണ്ട് അനുഭവിക്കുന്നതാണ് ചേട്ടാ, നിങ്ങൾ പോട്ടെ അത്. അപ്പോൾ സ്വാമി എനിക്ക് എന്തെങ്കിലും ഒരു അനാഥാലയം ഒന്ന് പറഞ്ഞു തരൂ, എനിക്കൊന്ന് പോകാനായിട്ട്. ഞാൻ വരുമാനമുണ്ടോ? എല്ലാ ശമ്പളം എല്ലാം ഞാൻ കമ്പ്യൂട്ട് ചെയ്ത് അവനെ എന്നെ കൊടുത്തു ഈ വീട് വയ്ക്കാനായിട്ട്, എനിക്ക് ചെറിയ തുകയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിസ്സഹായനായി പോവില്ലേ? സ്വന്തം അച്ഛൻ്റെ മകളിലേക്ക് ഒരു കൊച്ചുമകൾ കയറിയിരിക്കുമ്പോൾ അതിനെ തെറ്റായി കണ്ട് പറഞ്ഞു കൊടുക്കുന്ന മരുമകളെ എന്താണ് പറയേണ്ടത്? അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുടുംബം അസ്വസ്ഥത ഉണ്ടാക്കി, ആ കുടുംബത്തിൽ എടുത്തു വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ വയസ്സായവരെ, വാർദ്ധക്യം ബാധിച്ചവരെ ആവശ്യമില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ പോണ ഒരു വഴി, നിങ്ങളും ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനം, വാർദ്ധക്യം, മരണം, നിങ്ങളും പോണ വാർദ്ധക്യത്തിലേക്കാണ്. നിങ്ങളെ ഞാനൊരു കാലത്ത് സുന്ദരനായെന്നുള്ള ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു, അതൊക്കെ പോയില്ലേ? അതൊക്കെ പോവും. നമ്മൾ വൃദ്ധനാവും, തലമുടികൾ നരയ്ക്കും, ശരീരം ശോഷിക്കും, നമുക്ക് നമ്മുടെ യൗവനാവസ്ഥ പോകും, നമ്മൾ വീണ്ടും കൊച്ചു കുഞ്ഞിനെ പോലാവും, കൊച്ചു കുട്ടികളെപ്പോലെ നമ്മുടെ മനസ്സ് മാറും. വാർദ്ധക്യം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, മരണം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. മരണം എന്ന് പറയുന്നത് എല്ലാം മറ്റുള്ളവർക്ക്, നമുക്ക് ചുറ്റുമുള്ളവർക്കല്ല, നമുക്കും അത് ഉണ്ടെന്നുള്ളൊരു ബോധം. ജീവിതകാലം യുവാക്കൾ എപ്പോഴും വിചാരിക്കുന്നതാണ് ആ കളവന്മാർക്ക് വേറെ പണിയില്ലേ കളവൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മളും ആ പോകുന്ന പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കുമെന്ന് പറയുന്ന പോലെ നമ്മളും നാളെ ഇത് പഴുക്കുമെന്നും വീഴും എന്നുള്ള ധാരണ വേണം. നമ്മൾ കുറേ കൂടെയൊക്കെ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുകയും സമൂഹത്തിൽ നമുക്കും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരും. നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ഫലങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാനും പറയാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ട സമയമാണ്. 30 ദിവസത്തേക്കുള്ള ഫലങ്ങളാണ്. എല്ലാ നക്ഷത്രങ്ങളെക്കുറിച്ചും ഒന്നുകൂടി ഞാൻ വിശദീകരണമായിട്ട് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വിശദമായിട്ടാണ് അതിൻ്റെ പരിഹാരക്രിയകളിലൂടെ പറഞ്ഞു തരണമെന്നുണ്ട്. പൂജ പരിഹാരങ്ങളല്ല, നമ്മൾ തന്നെ സ്വയം തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പൂർവ്വജന്മത്തിലെ ഫലങ്ങൾ, പൂർവ്വജന്മ പരിഹാരങ്ങൾ. ഒറ്റ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ ചിലർ തിരുവണ്ണാമലയിൽ പോയി ഒന്ന് നടക്കാൻ പറയും. ഞാൻ ഒറ്റ രാത്രി നമ്മൾ നടന്നു വരുമ്പോഴത്തേക്ക് മാറ്റം ഉണ്ടാവും. നമ്മൾ ആ എനർജി മുഴുവൻ പോകും പൂർവ്വജന്മത്തിൽ. അങ്ങനെയുള്ള പരിഹാരക്രിയകളിലൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ 15 മുതൽ 19 വരെ മുറിപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലാണ്. അത് കഴിഞ്ഞ് 20-ാം തീയതി വിദേശത്ത് പോവും. പിന്നെ ഞാൻ 1-ാം തീയതി കഴിഞ്ഞേ വരുള്ളൂ. ചെയ്യാൻ പറ്റുന്ന ദിവസമൊക്കെ ചെയ്യാം. ഓരോന്നിൽ ഇത്തരം വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അതുവരെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഞാനും എല്ലാവർക്കും നല്ലതിന് വേണ്ടി DNA എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.